ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അമ്മായിയുടെ ചോദിക്കേണ്ടത് നമ്മുടെ എനിക്ക് അതെ ശ്രുതിയുടെ അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അമ്മായി? അതെ എന്ന് പറയാണ്. ഞാനേ ആകാശിനെ പ്രീതിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ഓ വാവ്, അപ്പോൾ ശ്രുതിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി എടുത്ത് പറയുന്നുണ്ട്, അതെ സുഭദ്രാമേ ആകാശിനെ പ്രീതിനെ വിളിച്ചെങ്കിൽ ഞങ്ങൾ പോയാനേ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ഓടി വരട്ടെ. ഹായ് അമ്മായി, അമ്മായി ഇതെപ്പോൾ വന്നു? അമ്മായി എന്താ അമ്മായി വന്നത്? ഞാൻ ആകാശിനെ പ്രീതിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. ഓ അങ്ങനെയാണോ, എങ്കിൽ ഞാനും വരാം അമ്മായി എന്ന് ശ്രുതി പറഞ്ഞിട്ട് ഓടിപ്പോകട്ടെ മുകളിലെത്തിയ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി സ്പീഡിൽ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നമ്മുടെ അമ്മായിടുത്ത് നമ്മുടെ മനോരമ പറയേണ്ടത്, ഹോ എന്തൊരു അഭിനയം അമ്മായിയുടെയും ആ കീറസാരിക്കാരുടെ രണ്ടുപേരും കൂടി നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ അമ്മായി പറയണ്ട, മനോരമ അങ്ങനെയൊന്നും പറയല്ലേ, അവളെ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവളെ ഞങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, ഓഹോ നിങ്ങൾ എത്ര പെട്ടെന്ന് അവളെ ഉപേക്ഷിച്ചിട്ട് ഈ വീട്ടിലേക്ക് കുടിയേറ്റിയതും കൊള്ളാം ഭയങ്കര ബുദ്ധി തന്നെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ടേ, അതെ രാധേ നടന്നതൊക്കെ നടന്നു, ഇനിയിപ്പോൾ അവരോട് ക്ഷമിച്ചൂടെ? നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, പിള്ളേർ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്ത് നമുക്കത് ക്ഷമിച്ച് മുന്നോട്ട് പോയിക്കൂടെ? സോറി സുഭദ്രാമേ, അതിന് പറ്റില്ല, കാരണം അത്രമാത്രം വേദനിച്ചു ഞങ്ങൾ, പല ആൾക്കാരുടെ കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് അമ്മായി മനോരമേനെ നോക്കുവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പ്രീതിയും അതുപോലെ തന്നെ ആകാശം കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അമ്മായി പറയണ്ടെങ്കിൽ നമുക്ക് പോയാലോ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് പറയണ്ട്, അയ്യോ നിൽക്കമ്മായി പോവല്ലേ, ശ്രുതി ഇപ്പം റെഡിയാവാൻ പോയിരിക്കുക, ഇപ്പം തന്നെ ശ്രുതി വരുമെന്ന് പറയുമ്പോൾ അമ്മായി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, പ്രീതി ആകാശ് നമുക്ക് പോകാം എന്ന് പറയാണ്. ആ പ്രീതി ഇടയ്ക്കിടയ്ക്ക് പുറകിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേക്കും നീ ആരെയാണ് നോക്കിക്കൊണ്ടിരിക്കണതെന്ന് മനോരമ ചോദിക്കണേ. പോവാൻ നോക്ക് എന്ന് പോകുമ്പോഴേ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോ, ഇതൊക്കെ നിൻ്റെ വീട്ടിലേക്കുള്ളതാ എന്നിങ്ങനെ പറയാണ്. അമ്മായി പറയണ്ടേ ഇതിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ വെറുതെ ഫോർമാലിറ്റീസിനെ പറയുന്നതാ, നിങ്ങൾക്ക് ഇതൊക്കെ വേണം, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചടങ്ങ് തന്നെ വെച്ചത് എന്നൊക്കെ പറയാട്ടോ. അതിനുശേഷമാണെങ്കിൽ പ്രീതിനെ ആകാശിനും കൂട്ടിക്കൊണ്ടിട്ട് അമ്മായി പുറത്തേക്ക് ഇറങ്ങാണ്. അവർ കാറിൽ കയറാൻ പോണ സമയത്ത് പെട്ടെന്ന് തന്നെ പ്രീതി പുറകിലേക്ക് നോക്കിക്കൊണ്ടിരിക്കേണ്ട ശ്രുതി വരുന്നുണ്ടോയെന്ന്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് അമ്മായി പോവാം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോരമ പറയുന്നുണ്ട്, അതിന് അമ്മായിക്ക് എപ്പോഴേ പോയി, നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രീതിനെ ആകാശിനെയും കൂട്ടിക്കൊണ്ട് പോയി എന്ന് പറയാണ്. നിൻ്റെ പേര് അവരുടെ ബുക്കിൽ നിന്ന് വെട്ടിയടി എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുവാണ്. ശ്രുതി അപ്പോഴേക്കും മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അശ്വിനാണെങ്കിൽ അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ പ്രീതി തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അശ്വിൻ അത് കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ടെങ്കിലും അതിനൊന്നും തിരിച്ച് മറുപടിയൊന്നും പറയുന്നില്ല. അങ്ങനെ ശ്രുതി റൂമിൽ പോയിട്ട് വല്ലാതെ വിഷമിച്ചിരുന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് അവിടേക്ക് അഞ്ജലിയും ശ്യാമും കൂടി വരുന്നത്. മുത്തശ്ശി ചോദിക്കണ്ടേ, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായാലും ചോദിക്കുമ്പോൾ, ഓ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി, ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയണ്ട്, അതൊക്കെ പ്രശ്നം ഇതൊക്കെ ഡോക്ടർ പറയും, പക്ഷേ നീ മുമ്പത്തെ പോലെ ഇനി ഓടിച്ചാടി കളിക്കൊന്നും വേണ്ട, അമ്പലം അതുപോലെ തന്നെ പൂജ വഴിപാട് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പോകണ്ട, നീ ഇപ്പോൾ ഒരു കുഞ്ഞും കൂടി ഉണ്ട്, അത് ആലോചിക്കണം എന്ന് പറയാണ്. ഞാൻ പറഞ്ഞില്ല മുത്തശ്ശി അതൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ തോന്നല അഞ്ജലി, നിന്നെ ശരിക്കും കെയർ ചെയ്യേണ്ട, നിനക്കൊരു ആപത്തും വരാത്തത്, അല്ലെങ്കിൽ നീ ഓടിച്ചാടി നടക്കാൻ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നറിയാവോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അഞ്ജലി പറഞ്ഞു, ഓ ഇനിയിപ്പോൾ അതും കൂടി മതി എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും മനോരമ വരുന്നുണ്ട്, അഞ്ജലി ഇന്നൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? പ്രീതിനെ ആകാശിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവരുടെ അമ്മായി ഇവിടെ വന്നിരുന്നു, എന്നിട്ടെന്താ അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവർ വന്നപ്പോഴേക്കും ഒരുത്തിയും കൂടി ചാടി പുറപ്പെട്ട് പോകാൻ പോയത് ആ ശ്രുതി, എന്നിട്ട് അവളെ കൊണ്ടുപോയില്ല അവർ. എവിടെന്ന് അവളെ കൊണ്ടുപോയില്ല, അവൾ ചമ്മി നാണം കെട്ട് മുകളിലേക്ക് കയറിപ്പോയി എന്ന് പറയണം. അയ്യോ അത് കഷ്ടമായല്ലോ, അവളെയും കൂടി കൊണ്ടുപോകേണ്ടതല്ലേ ശരിക്കും പറഞ്ഞ മുത്തശ്ശി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ടേ, അതിന് രാധനെ മാത്രം കുറ്റമായിട്ട് കാര്യമില്ല അഞ്ജലി, അവരെ അമ്മാതിരി പ്രവൃത്തിയാണല്ലോ ചെയ്തത്, അവരുടെ കല്യാണം ഇപ്പോഴും ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടിട്ടാണ് പറയാണ്. അങ്ങനെയാണെങ്കിൽ ശ്രുതിനെ മാത്രമല്ലല്ലോ അശ്വിനും അതിന് തെറ്റുകാരനല്ലേ എന്ന് പറയുമ്പോഴേക്കും എന്തായാലും അവർ പ്രീതിനെ ആകാശിനെ മാത്രം കൊണ്ടോ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അതെന്തായാലും ശരിയാവില്ല, ഞാൻ എന്തായാലും അശ്വിനോട് സംസാരിക്കാം, ശ്രുതിനെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി മുകളിലേക്ക് കയറി പോകണം. അപ്പോൾ മനോരമ പറയുന്നുണ്ട്, പുകഞ്ഞ പുള്ളി പുറത്ത്, അവൾ ഇവിടുന്ന് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയാണ്. ശേഷം അഞ്ജലി മുകളിലേക്ക് പോകുമ്പോഴേക്കും അശ്വിൻ അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ശ്രുതിയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കണ കാണുമ്പോഴേക്കും അശ്വിൻ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ചോദിക്കണമെന്നില്ല, അങ്ങനെ തന്നെ റെഡിയായിട്ട് ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയാവാണ്. അഞ്ജലി ചോദിക്കുന്നുണ്ട്, കുഞ്ഞാ നീ എവിടേക്കാണ് പോകുന്നത് ചോദിക്കുമ്പോൾ, അതോ എനിക്ക് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് ചേച്ചി, എനിക്ക് പോകണം, ഓഫീസിൽ പോകണം. അത് പറഞ്ഞാൽ പറ്റില്ല കുഞ്ഞ, നിനക്കറിയാലോ ഇന്നിവിടെ ഒരു ചടങ്ങുണ്ട്, വീട്ടിൽ കൊണ്ടാക്കുന്ന ചടങ്ങ്, അതിനെ ആകാശിനെ പ്രീതിനെ മാത്രം അവരുടെ അമ്മായി കൊണ്ടുപോയത്, ശ്രുതിക്കും അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, അവളുടെ വീട്ടുകാരും വല്ലാതെ വഴക്കിൽ അവളോട് വിഷമിച്ച് അവൾ സംസാരിക്കാതൊക്കെ ഇരിക്കുകയാണ്, അതുകൊണ്ട് നീ അവളെ വീട്ടിൽ കൊണ്ടാക്കണം. പറ്റില്ല ചേച്ചി, എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള മീറ്റിംഗ് ആയത് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, നിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, നോക്ക് അതിനേക്കാളും വല്ലാത്ത ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സമയമോ നിൻ്റെ ഭാര്യ ശ്രുതി, അവൾ വിഷമിക്കണ കണ്ടില്ലേ, അവൾക്ക് വീട്ടുകാരെ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ, അവളുടെ അമ്മായി അവളെ കൂട്ടാണ്ട് പോയി, നീ ഒരു കാര്യം ചെയ്യും അവളെയും കൂട്ടിക്കൊണ്ട് അവളെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വന്നിട്ട് ഓഫീസിലേക്ക് പോയാൽ മതി എന്ന് പറയാണ്. ശരി ചേച്ചിയുടെ ഇഷ്ടം എന്ന് പറയാണ്.
ശേഷം അശ്വിൻ ശ്രുതിനെ കാത്ത് നിലത്തേക്ക് അങ്ങനെ നിൽക്കും കേട്ടോ. ശ്രുതി അടുത്ത് പറയണ്ട അഞ്ജലി, ശ്രുതി നീ റെഡിയായിക്കോ, അശ്വിൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കും എന്ന് പറയാണ്. ശ്രുതിക്ക് വെറുതെ വിഷമം തോന്നുന്നുണ്ട്. അതിനുശേഷം ശ്രുതി റെഡിയാക്കി റെഡിയായി കഴിയുമ്പോഴേക്കും അഞ്ജലി കുറച്ച് കിറ്റുകളൊക്കെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ശ്രുതി ഇത് നിന്റെ വീട്ടിലേക്ക് കൊടുക്കണം കേട്ടോ, അവർക്കുള്ള കുറച്ച് സാധനങ്ങളാണ്. ശരിയെന്ന് പറയാണ്. എങ്കിൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് അശ്വിൻ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര സ്പീഡിലാണ് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു ബ്രേക്ക് വരുമ്പോഴേക്കും അശ്വിൻ ബ്രേക്ക് പിടിക്കുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ട് മുമ്പിലേക്ക് ചാടി തെറിച്ചു പോവാണ്. ശ്രുതിയുടെ കയ്യിൽ കുപ്പിയോളം കൊണ്ടിട്ട് മുറിയണൊക്കെ ഉണ്ട്. പക്ഷേ അശ്വിൻ അത് മൈൻഡ് ചെയ്യാത്ത പോലെ നിൽക്കുക കേട്ടോ. ശേഷം അശ്വിൻ വീടിൻ്റെ മുറ്റത്തെത്തുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, അതെ നിൻ്റെ വീടെത്തി, നീ ഇറങ്ങിക്കോ. അല്ല നിങ്ങൾ വരുന്നില്ലേ? ഞാനിതിനാണ് വരണത്, നീ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിനെ അവിടെ ഇറക്കി വിടുവാണ്. അശ്വിൻ വാതിൽ ഡോർ അടച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം വിടുക കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ കുപ്പി വളകളുടെ ചില്ല് കിടക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ അശ്വിൻ അത് നോക്കുവാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അശ്വിൻ ശ്രുതിക്ക് മേടിച്ചെടുത്ത വളയെ കുറിച്ച് ആലോചിക്കുകയാണ്. ശേഷം ആ വളപ്പൊട്ടുകൾ അവിടെ തന്നെ ഇട്ടിട്ട് അശ്വിൻ വേഗം തന്നെ ഓഫീസിലേക്ക് പോകുവാണ്. ശ്രുതി കുറേ കവറൊക്കെ ആയിട്ട് വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ തങ്കഞ്ചേട്ടൻ ഒരു പുള്ളിക്കാരത്തടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പൈസ കടം ചോദിച്ച് കൊടുത്തത് തിരിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ശ്രുതി കുറേ ബാഗും കവറൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിനെ കാണുമ്പോൾ തന്നെ തങ്കഞ്ചേട്ടൻ പറയുന്നുണ്ട് ആ ചേച്ചിയുടെ അടുത്ത്, അതെ അത് നമ്മുടെ ശ്രുതിയല്ല വരുന്നത്. അതെ ഇങ്ങോട്ട് വരട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ അവളോട് ചോദിക്കാനുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി നടന്ന് വരുമ്പോഴേക്കും തങ്കഞ്ചേട്ടൻ ചോദിക്കുന്നുണ്ട്, അതെ ശ്രുതി നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, നീ കൊള്ളാൻ കേട്ടോ, എന്നാൽ എല്ലാവരും ഒറ്റയ്ക്കൊന്ന് പറ്റിച്ചല്ലോ എന്ന് പറയാണ്. ഞാൻ എന്ത് ചെയ്ത് തങ്കഞ്ചേട്ടൻ ചോദിക്കുമ്പോൾ ശരിക്കും ആ ചേച്ചി ചോദിക്കണ്ടേ, അല്ല പെൺകൊച്ച് നിൻ്റെ വീട്ടിലെ കല്യാണം കഴിഞ്ഞത് നിൻ്റെ ചേച്ചിയുടെ ആണോ അത് നിൻ്റെ ആണോ, നിൻ്റെ കല്യാണം കൂടി കഴിഞ്ഞെന്ന് ഇവിടെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. അല്ല തങ്കച്ചേട്ടൻ ചോദിക്കണ്ടേ, അല്ല ശ്രുതി ശരിക്കും നിൻ്റെ വിവാഹം കഴിഞ്ഞോ, അവിടുത്തെ അശ്വിൻ സാറാമായിട്ട് നിൻ്റെ കല്യാണം കഴിയുന്ന നാട്ടുകാരൊക്കെ പറയുന്നത്, കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, അതെന്ത് വർത്തന തങ്കച്ചേട്ടാ ഈ ചോദിക്കണത്, അവളുടെ കഴുത്തിൽ ആ താലി കണ്ടില്ലേ, അവളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയാണ്. എന്തായാലും കൊള്ളാം, ഇവളിങ്ങനെ കണ്ണടിച്ച് പാലൊടിക്കുന്ന ആരെങ്കിലും വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും മറുപടി പറയാണ്ട് ശ്രുതി പതുക്കെ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ മുറ്റത്തെത്തുമ്പോൾ ശ്രുതി വീട്ടിലേക്ക് ശരിക്കൊന്ന് നോക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.